ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ചെറുപഴവും മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ചെറുപഴമൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 2 ചേർത്തുന്നേ ഉള്ളൂ. ഒന്ന് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പഴം കൂടെ ചേർത്തിട്ടാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പഴത്തിൻ്റെ മധുരം കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊന്നും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നല്ല ടൈറ്റാണ്. ഞാനിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലൊക്കെ വേണം കേട്ടോ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഓവറായിട്ട് ലൂസായിട്ട് പോവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഈ ഒരു മാവ് ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറുപഴം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ചെറുപഴവും 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4-5 പീസൊന്നും ആക്കരുത്, അപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ 3 പീസാക്കിയിട്ട് ഇവിടെ ഞാനൊരു 4-5 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് അരിപ്പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് പഴവും ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മാവുണ്ടല്ലോ അതിലൊന്ന് മുക്കിയെടുത്തിട്ട് പഴംപൊരി പൊരിക്കുന്ന പോലെ നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണല്ലോ ഇതുപോലെ പഴംപൊരിയൊക്കെ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ചെറുപഴം വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്